നമസ്കാരം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇടയ്ക്കിടെ ചർച്ചയാകുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത സംബന്ധിച്ചാണ്. BJP വിജയിച്ച മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസ് EVM അട്ടിമറി ആരോപണം ഉയർത്തിയിരുന്നു. വിശ്വാസ്യത വീണ്ടെടുക്കാൻ പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങണമെന്ന് അഹമ്മദാബാദിൽ ചേർന്ന AICC യോഗവും ആവശ്യമുയർത്തിയിരുന്നു. ഇന്ത്യയിൽ EVM ഹാക്കിംഗ് ചർച്ചയാകവേ അമേരിക്കയിൽ നിന്നും EVM ഹാക്കിംഗ് വാർത്ത ചർച്ചകളിൽ നിറയുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് US ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് തുളസി ഗബാർഡ് നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത്. ഹാക്കിംഗ് സാധ്യത പരിഗണിച്ച് പേപ്പർ ബാലറ്റുകളിലേക്ക് മടങ്ങണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത യോഗത്തിൽ അവർ പറഞ്ഞു. വോട്ടിംഗ് യന്ത്രത്തിലെ സുരക്ഷാ പിഴവുകൾ സംബന്ധിച്ച തെളിവുകളും അവർ സമർപ്പിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്നതിന് തങ്ങളുടെ കൈവശം തെളിവുകളുണ്ട്. വോട്ടിംഗ് പ്രക്രിയയുടെ വിശ്വാസ്യത വീണ്ടെടുക്കണമെങ്കിൽ പൂർണ്ണമായും പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങണം. അതിലൂടെ മാത്രമേ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാനാകുമെന്നും തുളസി ഗബാർഡ് പറഞ്ഞു. ഇവരുടെ പ്രസ്താവന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത സംബന്ധിച്ചും ചർച്ചകളും ചൂടുപിടിക്കുകയാണ്. അതേസമയം 2020 തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചുവെന്ന ആരോപണം നേരിടുന്ന സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ ക്രിസ് കർബസിനെതിരെ ഡൊണാൾഡ് ട്രംപ് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഗബാർഡിന്റെയും പ്രതികരണം. ഇതിനിടെ ഗബാർഡിന്റെ പ്രസ്താവനയോടുള്ള പ്രതികരണം എന്ന നിലയിൽ ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ചതും ലളിതവുമാണെന്ന വാദവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ രംഗത്ത് വന്നു. ഇന്റർനെറ്റ്, വൈഫൈ എന്നിവയുമായി ബന്ധിപ്പിക്കാത്ത വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഈ യന്ത്രങ്ങൾ സുപ്രീം കോടതി ഉൾപ്പെടെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണ്. തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധിക്കാറുണ്ട്. മോക്ക് പോൾ ഉൾപ്പെടെയുള്ള നടപടികൾ വോട്ടെടുപ്പിന് മുമ്പ് നടത്താറുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇന്ത്യയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വോട്ടിംഗ് യന്ത്രത്തിനെതിരെ കടുത്ത പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് തുളസിയുടെ പരാമർശം. പല രാജ്യങ്ങളിലും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് സംവിധാനത്തിൽ ഇന്റർനെറ്റ് അടക്കമുള്ള സ്വകാര്യ നെറ്റ്വർക്കുകളുണ്ട്. ഇന്ത്യയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ കൃത്യതയുള്ള കാൽക്കുലേറ്ററുകളെ പോലെ ലളിതമായ സംവിധാനമാണ്. ഇന്റർനെറ്റ്, വൈഫൈ, ഇൻഫ്രാറെഡ് എന്നിവയുമായി ബന്ധമില്ല. അതുകൊണ്ട് ഹാക്കിംഗ് സാധ്യമല്ലെന്നാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. ഇന്ത്യയിൽ വോട്ടർമാർക്ക് VVPAT സ്ലിപ്പുകളിൽ രേഖപ്പെടുത്തുന്നത് എന്തെന്ന് കാണാനാകും. വോട്ടെണ്ണൽ വേളയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ 5 കോടിയിലേറെ പേപ്പർ ട്രെയിൻ മെഷീൻ സ്ലിപ്പുകൾ പരിശോധന നടത്തും. സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കുന്ന യന്ത്രങ്ങളിൽ കൃത്രിമം നടത്താനുള്ള മാർഗ്ഗങ്ങളില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. മഹാരാഷ്ട്രയിലടക്കം നേരത്തെ വലിയ ആരോപണമാണ് വോട്ടിംഗ് യന്ത്രത്തിനെതിരെ കോൺഗ്രസ് ഉയർത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനിറങ്ങിയ കോൺഗ്രസിന് അനുകൂലമായിരുന്നില്ല കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ഫലം. സഖ്യകക്ഷികളുടെ ബലത്തിൽ 2ഇടത്ത് അധികാരം പിടിച്ചെങ്കിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അടിപതറി. ഹരിയാനയിൽ EVMകളിലെ ബാറ്ററി ചാർജിൽ അസാധാരണ ഏറ്റക്കുറച്ചിലുകൾ കണ്ടു. നേരിയ ഭൂരിപക്ഷത്തിൽ ഫലം മാറിയ 20 മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു ആരോപണം. ഹരിയാനയിൽ മഹാരാഷ്ട്രയിലും പോളിംഗിലും ഭൂരിപക്ഷത്തിലും കമ്മീഷൻ വിവരങ്ങൾ വൈകിപ്പിച്ചുവെന്നുമാണ് ആരോപണം.